ഇപ്പൊ എന്തായി? ഇവർക്ക് നിന്നെ അറിയത്ത് പോലും ഇല്ല. മാഡം, ഒരു ചിട്ടി കമ്പനിയുടെ ഉടമയായ ഇവന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിനെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് ഞാനെന്ത് വേണം? ഇവനെ ആ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ചോദ്യം ചെയ്തപ്പോ ഇവൻ പറയുന്നത് മേഡം ആവശ്യപ്പെട്ടുകൊണ്ടാ ഇവൻ ആ പെൺകുട്ടിയോട് അങ്ങനെ ചെയ്തത്. അത് സത്യമാണോ മാഡം? അസംബന്ധം. ഏതോരത്തിന് മുന്നിൽ നിർത്തിയിട്ട് എന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പം മാഡത്തിന് ഇയാളെ ഒരു പരിചയമില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? വിൻസെന്റ്, ഇതാണ് മേഡത്തിന്റെ നമ്പർ. ഇത് ഇവന്റെ നമ്പർ. കഴിഞ്ഞ ഒരു മാസം ഏകദേശം 17 തവണ മേഡം ഇവന്റെ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. ഏതാണ്ട് അത്രയും തവണ തന്നെ ഇവനും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു അത്? എനിക്കെങ്ങനെ അറിയാം? ഏതോ ഒരു ചിട്ടി കമ്പനിയിൽ നിന്ന് പലതവണ ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞ് ആരോ വിളിച്ചിരുന്നു. പിന്നെ എന്റെ ഫോൺ ചിലപ്പോഴൊക്കെ സ്റ്റാഫ് ഉപയോഗിക്കാറുണ്ട്. അവരാരെങ്കിലും വിളിച്ചായിരിക്കും ചിലപ്പോ. എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തോ? ഇല്ല. ഇയാളെ മേഡത്തിന് നേരത്തെ ഒരു പരിചയമില്ല? ഇല്ലെന്ന് എത്ര തവണ പറയണം? തെളിവുകൾ സംസാരിക്കുമ്പോ ഈ നുണകളെല്ലാം പൊളിയും. എങ്കിൽ പിന്നെ സാറ് തെളിവുകൾ ഉണ്ടാക്കിയിട്ട് വാ, നമുക്ക് നോക്കാം. ഇപ്പോഴേ എനിക്ക് വേറെ ജോലിയുണ്ട്. ഇതല്ലാതെ വേറൊന്നും സാറിന് പറയാനില്ലല്ലോ. നീ പറഞ്ഞെല്ലാം പൊളിഞ്ഞല്ലടാ. ഇനിയിപ്പൊ നാണക്കേട് സഹിക്കാൻ വയ്യാതെ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരും. മേഡം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. മേഡം പറഞ്ഞിട്ടില്ല ഞാൻ ഇതെല്ലാം ചെയ്തത്. മിണ്ടിപ്പോരുത്. എനിക്ക് തന്നെ അറിയ പോലും ഇല്ല. എനിക്കെതിരെ എങ്ങനെ പറയാൻ? ഈ സാറ് നിനക്ക് എത്ര ലക്ഷം ഓഫർ ചെയ്തു? പലരുടെയും കാശ് വാങ്ങിച്ചോണ്ട് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെച്ചേക്കില്ല. മേഡം, പെർഫോമൻസ് നന്നായി. എന്നാൽ ഉള്ളിലെ പേടി ആ കണ്ണുകളിലുണ്ട്. സാരല്ല, മേഡം പൊപ്പിക്കോ. വേണ്ടപ്പം ഞാൻ വിളിപ്പിച്ചോളാം.